ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞു വ്ളോഗാണ്, ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം കുറച്ച് ലെങ്തായിട്ടുള്ള വ്ളോഗാണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ. പിന്നെ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഞാൻ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ നല്ല മഴ ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് വേഗം പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് പുട്ട്, പിന്നെ പുട്ടോ പഴമോ അല്ലെങ്കിൽ പുട്ട് പപ്പടം അങ്ങനെയൊക്കെയുള്ളതാണല്ലോ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയത് പുട്ടും, ഇവിടെ പഴം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ, പഴം കഴിക്കാറില്ല പുട്ടിൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ കടലയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോണ ദിവസം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റു. എല്ലായ്പ്പോഴും എഴുന്നേൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റത് എനിക്ക് തോന്നുന്നു. എല്ലാ വീട്ടമ്മമാരെല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കും. സ്വന്തം വീട്ടിൽ പോണ ദിവസം ആകുമ്പോഴേക്കും എന്തായാലും നേരത്തെ നമ്മൾ എഴുന്നേൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നേരത്തെ എഴുന്നേറ്റു ചായയുടെ രാവിലത്തെ ചായക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ മക്കളൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും ചായ കൊടുത്തിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും ഇറങ്ങി വന്നപ്പോഴേക്കും എഴുന്നേറ്റ് പിള്ളേരെയൊക്കെ എഴുന്നേൽപ്പിച്ച് അവരെ റെഡിയാക്കിയൊക്കെ വന്നപ്പോഴേക്കും ഏകദേശം 10 മണിയൊക്കെ ആയിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ് ഇപ്പോൾ എൻ്റെ വീട്. അവിടെ നിന്ന് എറണാകുളം വരാപ്പുഴയുണ്ടോ എൻ്റെ സ്വന്തം വീട്. അപ്പോൾ കുറച്ചൊന്ന് ദൂരമുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ സൈഡിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഞാൻ പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ. കാണുന്നത് ദൂരെ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിലേ പോകുമ്പോൾ എപ്പോഴും ഞാൻ മക്കളെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. അവിടെ എത്തുമ്പോൾ എപ്പോഴും പറയും ഇതേ പഠിച്ച സ്കൂളെത്തി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവർക്ക് അവരങ്ങ് വീടെത്താറാകുമ്പോഴേക്കും ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും വീടെത്താറായി എന്നുള്ളത്. കുറച്ചും കൂടി ദൂരം, 1 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. ഞാൻ 1ാം ക്ലാസ് തൊട്ട് +2 വരെയും പഠിച്ച സ്കൂളാണ് കേട്ടത്. ഉള്ളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലോട്ടൊക്കെ ഒരുപാട് ഇത് റോഡ് പണിയൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് സ്ഥലങ്ങൾ എടുത്ത് പോയതാണ്. അല്ലെങ്കിൽ ഒരുപാട് ഈ റോഡിൻ്റെ സൈഡ് വരെ ഉണ്ടായിരുന്നു സ്ഥലം, സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ. റോഡ് പണി ആയപ്പോഴേക്കും ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ട് പോയി. എൻ്റെ ഉള്ളിൽ കുഞ്ഞു പള്ളിയൊക്കെ ആയിട്ട് നല്ല സ്കൂളാണ് കേട്ടോ ഞാൻ പഠിച്ചത്. ഒരുപാട് എന്താ പറയുക, +2 വരെയും പഠിച്ചതല്ലേ. 1ാം ക്ലാസ് തൊട്ട് അവിടെ തന്നെയാണ് പഠിച്ചത് ഞാൻ. പിന്നെ ഇത് വീട്ടിലോട്ട് തിരിയണ വഴിയാണ് കേട്ടോ. കാണുന്നതാണ് എൻ്റെ വീട്. അപ്പം ഇന്ന് ഫുഡിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ട്രഡീഷണലായിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും വന്നു കഴിയുമ്പോഴേക്കും 11:30-12 മണി അടുത്താവും എന്തായാലും ഇവിടെ എത്തുമ്പോൾ. പിന്നെ ചോറിന സമയവും ഭക്ഷണമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ പിന്നെ പോകാനുള്ള സമയവും വൈകുന്നേരം ആകുമ്പോഴേക്കും 5:30 മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെയും ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പം അങ്ങനെ വേറെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടാറില്ല. ഇതിപ്പോൾ തന്നെ ഞാൻ കുറച്ചൊന്ന് വീഡിയോസ് ഞാൻ വ്ളോഗ് പോലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ വഴിയിൽ ഇളയ മോനാണ് കേട്ടോ. ഞാൻ എങ്ങോട്ട് നടന്നാലും അവൻ എൻ്റെ പുറകെ വരും കേട്ടോ. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഓടിച്ചാടി നടക്കാനായിട്ട്. മറ്റേ വീട്ടിൽ തന്നെ ആകുമ്പോഴേക്കും ഞാൻ പുറത്തോട്ടൊന്നും വിടാറില്ല കേട്ടോ. ഞാൻ അകത്ത് തന്നെ ഇരുത്താറുള്ളത് മക്കളെ. ഇത് മുളക് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. മുളകൊക്കെ കുഞ്ഞു മുളകൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ ഇതൊരു വലിയൊരു കുളമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കുളം ഫുള്ളായിട്ട് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മക്കളെ കാണാണ്ടാണ് ഇങ്ങോട്ടൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ അവരെൻ്റെ ഒപ്പം വരും. പിന്നെ ഇതൊരു കുഞ്ഞ് ജാതിക്കത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം
മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചും പുല്ലൊക്കെ പിടിച്ചിടക്കേണ്ടതാണ്. അപ്പം അങ്ങോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും പിന്നെ ഇവിടെ ഒരുപാട് മാങ്ങയും ചക്കയും തേങ്ങയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തേങ്ങയൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ ചക്ക എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ചക്കയൊക്കെ വെട്ടിക്കൊണ്ട് തന്നയക്കുമ്പോൾ കൊണ്ടുപോകും. വെട്ടി വീട്ടിൽ കൊണ്ട് ചെന്ന് വെട്ടാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുണ്ടോ. കയ്യിലൊക്കെ പശയൊക്കെ ആകുന്നുണ്ട് ഭയങ്കര മടിയാണ്. എനിക്ക് പറ്റാറുമില്ല അങ്ങനെ ചക്കയൊന്നും വെട്ടാനൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ അതൊക്കെ നന്നാക്കി തന്നാൽ ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ വീട്ടിൽ. ചക്കടയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ചക്കട പിന്നെ ചക്കട ഉണ്ണിയപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ ഇത് ഇതാണ് കേട്ടോ വീട്. അപ്പോൾ നല്ല ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഒരുപാട് ചെടി നല്ല മരങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചാമ്പക്ക മരം ഉണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് തന്നെ. പനിനീർ ചാമ്പക്ക എന്നാണ് കേട്ടോ പറയാം. നല്ല മധുരമാണ് ചാമ്പയ്ക്കയ്ക്ക്. അതേപോലെ തന്നെ ഒരു മുല്ലമുട്ടിൻ്റെ ഒരു തയ്യുണ്ട് കേട്ടോ. അതൊരു ഒരെണ്ണമുള്ളെന്നുണ്ടെങ്കിലും ഒരുപാടായിട്ട് ഒരു പടർന്ന് കയറിയിട്ടുണ്ട്. ഇഷ്ടംമാതിരി മുല്ലമുട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ മുല്ലമുട്ടൊന്നുമില്ല, എല്ലാം വിരിഞ്ഞ് വാടിയിരിക്കുന്നുണ്ട് മുല്ലമുട്ടൊക്കെ. നല്ലോണം മുല്ലമുട്ട് കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. നല്ലോണം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു പൂവല്ല അതിൽ. പിന്നെ മഴ പറ്റുമ്പോഴേക്കും കുറച്ചൊന്ന് വെള്ളമൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ. അധികമല്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോഴേക്കും ചെടികളൊക്കെ ഒന്ന് വാടും ആ സമയത്ത്. പിന്നെ ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ അതൊക്കെ ഒന്ന് പിന്നെ ഉഷാറാവുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വന്നു കഴിയുമ്പോൾ തന്നെ പോകാനുള്ള സമയവും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാറില്ല. പിന്നെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല, ഞാനും പഠിക്കണമെന്ന് വിചാരിച്ച് നിൽക്കണേന്. അമ്മനോടാണെങ്കിലും ചോദിച്ചിട്ട് കുറച്ച് ട്രഡീഷണൽ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ ഇവിടെ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഉണ്ടാക്കാനൊന്നും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ കുക്കിംഗ് ചാനൽ തുടങ്ങിയേക്കണമെങ്കിൽ തന്നെ ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയാണ് ഓരോന്നായി പഠിച്ചിട്ടുള്ളത്. അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബ് തന്നെ നോക്കി പഠിച്ചിട്ടാണ് ഓരോ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനായിട്ടൊരു കുക്കിംഗ് ചാനൽ തുടങ്ങി ചെയ്യുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളും കാര്യങ്ങളും കൊണ്ടുവരാൻ എന്തായാലും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക കേട്ടോ.